ഹലോ ഫൗണ്ടർ, നിങ്ങളൊരു തിങ്കറാണോ ഡൂവറാണോ? മിക്കവാറും ഫൗണ്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു തിങ്കർ ഡൂവർ സ്പെക്ട്രത്തിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കൂടുതൽ നീങ്ങിയിട്ടുണ്ടാവുക. ആരും ഒത്ത നടുക്ക് പെർഫെക്റ്റ് സെൻറ്ററിൽ ഉണ്ടാവില്ല. ഒന്നുകിൽ തിങ്കിങ് കുറച്ച് സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ ഡൂയിങ് കുറച്ച് സ്ട്രോങ് ആയിരിക്കും. പലപ്പോഴും ആളുകൾ സ്വയം തിരിച്ചറിയാതെ സഫർ ചെയ്യുന്ന ഒരു പെയിനും കൂടിയാണ്. സ്വന്തം പാറ്റേൺ എന്താണ്, സ്വന്തം നേച്ചർ എന്താണ് എന്ന് സ്വയം തിരിച്ചറിയാത്തത് കൊണ്ട് എന്താണ് കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കാത്തത് എന്നുള്ളതിനെ കുറിച്ച് ആവലാതിപ്പെടാറുണ്ട്. അതിന് കാരണം ഇതാണ്: വിചാരിച്ച പോലെ നടക്കാത്തത് ഒന്നുകിൽ നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ശരിയായിട്ടല്ല വിചാരിക്കുന്നതുകൊണ്ടാണ്. അതായത് ഏതർ യു ഹാവ് എ തിങ്കിങ് പ്രോബ്ലം ഓർ യു ഹാവ് എ ഡൂയിങ് പ്രോബ്ലം. ഡൂയിങ് പ്രോപ്പർ ആണെങ്കിൽ, ഓപ്പറേഷൻസ്, സ്ഥാപനത്തിന്റെ ഓപ്പറേഷൻസ്, നടത്തിപ്പ് പ്രോപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പനി ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ തിങ്കിങ് ആവശ്യത്തിനില്ലെങ്കിൽ യു കനോട്ട് ബിൽഡ് ഇറ്റ് ഇൻ ടു എ ഗ്രേറ്റ് കമ്പനി. വിഷൻ, വാല്യൂസ്, കൾച്ചർ, സ്ട്രാറ്റജി, ഇത്തരം കാര്യങ്ങളൊക്കെ തിങ്കിങ്ങിലാണ് വരുന്നത്. അത് ഇല്ലാതെ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു കനോട്ട് ബിൽഡ് ഇറ്റ് ഇൻ ടു എ ഗ്രേറ്റ് കമ്പനി. ഇനി നേരെ തിരിച്ച് നിങ്ങൾ ഈ പറഞ്ഞ തിങ്കിങ് ഒക്കെ നടത്തുന്നുണ്ട്, പക്ഷേ യു ക്യാനോട്ട് ട്രാൻസ്ലേറ്റ് ഇൻ ടു റിയാലിറ്റി ആക്കി മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് എ കമ്പനി. മേ ബി ഗ്രേറ്റ്നെസ് ഇസ് ദയർ, തിങ്കിങ്ങിൽ ഗ്രേറ്റ്നെസ് ഉണ്ട്, പക്ഷേ കമ്പനി ഇല്ല. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കമ്പനി ഇല്ല. ഒരു വിഷണറി ലെവലിൽ കാര്യങ്ങൾ തിങ്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഗ്രേറ്റ്നെസ് ഇല്ല. ഇത് രണ്ടും കൂടി ചേരുന്ന സമയത്താണ് ദാറ്റ്സ് വെൻ യു ഹാവ് എ ഗ്രേറ്റ് കമ്പനി. അപ്പോൾ ഇതിൽ ഏതോ ഒരു സൈഡിൽ ആസ് എ ഫൗണ്ടർ മേ ബി യു വിൽ ഹാവ് എ ചലഞ്ച്. ഒരു ചെറിയ രീതിയിൽ ഒരു സ്ഥാപനം തുടങ്ങി അതിനെ സ്കെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് മേ ബി യു ക്യാനോട്ട് ഹയർ റൈറ്റ് നൗ സംബഡി ഇൻ ടു സേ, നിങ്ങൾക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള രൂപത്തിലൊരു ഓപ്പറേഷൻസ് റോളിലേക്കോ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് റോളിലേക്കോ സിഇഒ റോളിലേക്കോ ഒരാളെ ഹയർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ റോള് വഹിക്കുന്ന ഒരാളെ ഹയർ ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. നിങ്ങൾ തന്നെ കുറച്ച് ഫ്ലെക്സ് ചെയ്യേണ്ടി വരും. പക്ഷേ അങ്ങനെ ഹയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി അല്ലാതെ മറ്റൊരു വഴി, നിങ്ങൾ കോംപ്ലിമെന്ററി സ്കിൽസ് ഉള്ള പാർട്ട്നേഴ്സിനെ തേടുക, അത്തരം പാർട്ട്നേഴ്സിനെ ഓൺ ബോർഡ് ചെയ്യുക. കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്, നമുക്ക് എല്ലാ രീതിയിലും അലൈൻ ചെയ്ത അതേസമയം കോംപ്ലിമെന്ററി സ്കില്ലുള്ള ഒരാളെ കണ്ടെത്തി പാർട്ട്ണറാക്കുക എന്നുള്ളത് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു നേച്ചർ തിരിച്ചറിയാതെ, നമ്മളുടെ നേച്ചർ തിരിച്ചറിയാതെ നമ്മൾ അനിശ്ചിത കാലത്തേക്ക് ചിലപ്പോൾ റിസൾട്ട് ഇല്ലാത്തൊരു സ്ട്രഗിളിൽ പോകുന്നതിനേക്കാളും നല്ലതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത്. റാദർ ദാൻ ഒറ്റയ്ക്ക് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാതെ കോംപ്ലിമെന്ററി ആയിട്ട് ആളുകളെ നമ്മൾ ഓൺ ബോർഡ് ചെയ്യുക എന്നുള്ളൊരു അപ്രോച്ച്.